വണ്ടിക്ക് ഇതുപോലെയാണ് സ്മോക്ക് വരുന്നെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഈ വിഷ്വലിൽ കാണുന്ന പോലെയാണ് സ്മോക്ക് വരുന്നെങ്കിൽ അതിനെ നമ്മളെല്ലാവരും ചെയ്യുക ഡീകാർബനാണ്. പക്ഷേ ഡീകാർബൺ കൂടാതെ അതിൻ്റെ കൂടെ ഒരു ടെക്നോളജി കൂടി കണ്ടെത്തിയ ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീകാർബണൈസിങ് മെഷീൻ. പക്ഷേ അതാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ മെഷീൻ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഈ ഒരു ഡീകാർബണൈസിംഗ് വെച്ചാൽ നമ്മൾ നോർമലി ഹെവി ഡാർക്ക് സ്മോക്ക് വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഡീകാർബണിങ്ങിന് മുമ്പായിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചേംബർ ലൂബിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണം. അതായത് ഹൈഡ്രോ ഡീകാർബൺ എന്നുള്ളൊരു പഴയൊരു ടെക്നോളജി ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ കുറച്ചും കൂടി ഒരു സേഫ് സൈഡിലേക്ക് കൊണ്ടുവന്ന് കാർബൺ ഡെപ്പോസിറ്റിന്റെ മാക്സിമം ഒരു 90 to 100% ബിറ്റ്വീനിൽ വണ്ടിയുടെ എഞ്ചിന്റെ ഒരു സ്ട്രെങ്ത്തും കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് മാക്സിമം ടോപ്പ് ഡീറ്റെയിലിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു ചാമ്പർ ലൂബ്രിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു ക്ലീനിങ്ങിന്റെ ഒരു ബേസിക് സിറ്റുവേഷൻ ആണ്. അത് ചേട്ടൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണ് അല്ലേ? അതായത് ഡീകാർബണൈസിങ് ചെയ്യുന്ന വണ്ടികൾക്കെല്ലാം ബ്ലാക്ക് സ്മോക്ക് പോകുന്നില്ല എന്നൊക്കെയാണ് കംപ്ലൈന്റ്. പിന്നെ കുറെ ആളുകളുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇതിനെക്കുറിച്ച് വളരെയധികം പഠിച്ച് ചേട്ടൻ ചെയ്തുണ്ടാക്കിയ ഒരു മെഷീനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഈ ചെയ്യുന്ന വാഹനങ്ങൾക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുമോ ബ്ലാക്ക് സ്മോക്ക് കുറയുന്നു? നമ്മളതിന്റെ എഞ്ചിന്റെ ഒരു സ്ട്രെങ്ത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഗ്യാരണ്ടീഡ് ചെയ്ത വണ്ടി നമുക്ക് 100% ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബിഗിനിങ് ടൈമിൽ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് നോർമൽ ഡീകാർബണൈസിംഗിലുള്ള ഡ്രോബാക്സ് എല്ലാം നമുക്ക് ഇതുമ്മിൽ ഇപ്പോൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്ലാക്ക് സ്മോക്ക് ആയിട്ട് വണ്ടി വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ബിഫോറും ആഫ്റ്ററും നമുക്ക് കാണിക്കാം അല്ലെ? തീർച്ചയായും. നമ്മളിപ്പോൾ ഇത് വണ്ടി ഡീകാർബണിങ്ങിന് മുമ്പായിട്ട് ഇതിനൊരു ഡീറ്റെയിൽ ക്ലീനിങ്ങും ചാമ്പർ ലൂബ്രിക്കേഷനും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈഡ്രോ ചാമ്പർ ലൂബിങ് സൊല്യൂഷൻ അത് കൊടുക്കാൻ പോകും. ഏത് വണ്ടിക്കായാലും സെയിം പർപ്പസ് ആണ്. എല്ലാ വണ്ടിയിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാം. കാറായാലും ബസ്സായാലും ട്രാവലറായാലും ടിപ്പറായാലും എല്ലാത്തിനും നമ്മൾ എയർ ഇൻലെറ്റ് വഴി കൊടുക്കുക. നമ്മളെ ലൂബ്രിക്കേഷൻ ഔട്ട്ലെറ്റും വണ്ടിയുടെ എയർ ഇൻലെറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വണ്ടി ചാമ്പർ ലൂബിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വണ്ടി ഒന്ന് ട്രയൽ പോകണം. നമ്മൾ എത്ര കിലോമീറ്റർ വരെ ട്രയൽ പോകും? ട്രയൽ ഡിപ്പെൻഡ് അപ്പം വണ്ടിയുടെ പല സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ ഒരു 5, 6, 7, 8 കിലോമീറ്ററോ ചിലപ്പോൾ 2, 3 കിലോമീറ്ററിൽ തീരും. നമ്മളിപ്പോൾ ഇത് ലൂബ്രിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് നല്ല സ്മോക്ക് ആയിരുന്നു, വൈറ്റ് സ്മോക്ക്. അത് നമ്മൾ ഈ സൊല്യൂഷൻ ചാമ്പറിൽ കയറി കത്തുമ്പോൾ ആ വൈറ്റ് സ്മോക്ക് ആയിട്ടാണ് അത് പുറത്തേക്ക് പോണത്. അതിൽ ഡിപ്പോസിറ്റ്